കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ വയറിനുള്ളിൽ രക്തക്കൊഴലിൻ്റെ അവിടെയൊക്കെയാണ് ഈ അൾസർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് പൊട്ടുമ്പം ഇതിൽ നിന്ന് ബ്ലഡ് വരും. ഈ ബ്ലഡ് ആസിഡായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ഓക്കാനം വരുന്ന സമയത്ത് ഒരു കോഫി ബ്രൗൺ കളർ പോലെ ഒരു ബ്ലഡ് നമുക്ക് വോമിറ്റ് ചെയ്യും. അതുപോലെ തന്നെ മലത്തിൻ്റെ കൂടെ ബ്ലഡും കാണിക്കും. ഇതൊക്കെയാണ് ഈ ഒരു അൾസർ, ഗ്യാസ്ട്രിക് അൾസർ ആയിട്ട് അത് ഫോം ചെയ്യുമ്പം നമ്മുടെ ബോഡി കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ ഒരു ലക്ഷണമാണ്, ഞാൻ പറഞ്ഞു, കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഇൻടേക്ക് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുവഴി ക്ഷീണം സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവ്, വെയിറ്റ് ലോസ്, ഇതൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ്, ഇൻവെസ്റ്റിഗേഷൻ വഴി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതായത് എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇപ്പം എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. അതായത് പണ്ടൊക്കെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കും ചെയ്യുക. പക്ഷേ ഇപ്പം എല്ലാ കോമൺ ആൾക്കാർക്ക് പോലും അറിയാം, ഈ ഒരു ഗ്യാസ്ട്രിക് അൾസർ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് അവർ ചെയ്യുക എൻഡോസ്കോപ്പി ആയിരിക്കും. ഈ എൻഡോസ്കോപ്പിയിൽ നമുക്ക് പല കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എച്ച് പൈലോറി ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് RUT ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ചീത്ത ബാക്ടീരിയ കൂടുതലാണോ എന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അന്നനാളവും ആമാശയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സ്പ്ലിൻറ്റർ ഉണ്ട്, ഒരു മസിലുണ്ട്. ആ മസിൽ ലൂസായി കഴിഞ്ഞാൽ ഒരു ആസിഡ് റിഫ്ലക്സ് വരും. അതായത് വയറിനുള്ളിലെ ആസിഡ് മുകളിലേക്ക് തികട്ടി വരും. അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പുളിച്ചു തികട്ടലായിട്ട് ഒരു ആസിഡ് റിഫ്ലക്സ് ആയിട്ട്, അതായത് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ തന്നെ ആ ഒരു ഫുഡ് പാർട്ടിക്കിൾ തന്നെ മുകളിലേക്ക് കയറി വരിക. ആ ഒരു സമയത്ത് നെഞ്ചരിച്ചിൽ ഇതൊക്കെ അനുഭവപ്പെടും. അപ്പം ഈ എൻഡോസ്കോപ്പിയിലൂടെ നമുക്ക് ആ സ്പ്ലിൻറ്റർ ലൂസായിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. രണ്ടാമത്തത് എച്ച് പൈലോറി ബാക്ടീരിയയുടെ പ്രസൻസ് അറിയാൻ പറ്റും. മൂന്നാമത് എന്തെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്തോ പോളിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് എൻഡോസ്കോപ്പിയിലൂടെ അറിയാൻ പറ്റും. ഇപ്പം വയറിനുള്ളിൽ നീർക്കെട്ട്, അതുപോലെ തന്നെ വയറിലുള്ള അൾസർ, ഇതൊക്കെ നമുക്ക് എൻഡോസ്കോപ്പിയിലൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എച്ച് പൈലോറി ബാക്ടീരിയയുടെ പ്രസൻസ്, അതായത് എച്ച് പൈലോറി IgM ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് പൈലോറി ബാക്ടീരിയയുടെ പ്രസൻസ് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ സ്റ്റൂളിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചെയ്യേണ്ടത്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു അൾസർ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യാതിരിക്കും. നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. നിങ്ങളുടെ ഭക്ഷണ രീതി ശരിയായ രീതിയിലല്ലെങ്കിൽ അത് നേരെയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് കരിച്ചത്, പൊരിച്ചത്, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, പ്രോസസ്ഡ് ഫുഡ്, അധികം മസാല അല്ലെങ്കിൽ അധികം ഓയിൽ ചേർത്തിട്ടുള്ള ഫുഡ് എല്ലാം കഴിവതും ഒഴിവാക്കുക. രണ്ടാമത്തത്, നിങ്ങൾ ഡെയിലി ഒരു എക്സസൈസ് ചെയ്യുക. ഒരു 40 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ ആമാശയത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ആമാശയത്തെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ഇതുവഴി സഹായിക്കും. നെക്സ്റ്റ് ആണ് ഉറക്കം. ഉറക്കം മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 7 അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ വെള്ളത്തിൻ്റെ ഇൻടേക്ക്, അതായത് നിങ്ങൾ എപ്പോഴും വെള്ളം കുടിക്കുമ്പം ചൂടാക്കിയിട്ട് വെള്ളം കുടിക്കുക. ഇപ്പം നമുക്കറിയാം കിണറ്റിലെ വെള്ളത്തിൽ ചിലപ്പോൾ എച്ച് പൈലോറി ബാക്ടീരിയയുടെ പ്രസൻസ് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കിണറ്റിലെ വെള്ളമാണ്, ശുദ്ധമായിട്ടുള്ള വെള്ളമാണെന്ന് വിചാരിച്ച് നമ്മൾ കുടിക്കുമ്പം ചിലപ്പോൾ അതിൽ എച്ച് പൈലോറിയുടെ ബാക്ടീരിയ പ്രസൻസ് കാണിക്കാറുണ്ട്. അപ്പം നിങ്ങളൊരു റിസ്ക് എടുക്കണ്ട. നിങ്ങൾ കുടിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, നിങ്ങൾ ഭക്ഷണത്തിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഉൾപ്പെടുത്തുക. നിങ്ങൾ ഗ്രീൻ ലീഫി ആയിട്ടുള്ള ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുന്നത് വഴി ഈ ഫൈബേഴ്സ് നിങ്ങളുടെ വയറിനുള്ള ആസിഡിനെ അബ്സോർബ് ചെയ്യിക്കും. അതുവഴി ഈ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹോമിയോപ്പതി ചികിത്സയിൽ ഗ്യാസ്ട്രിക് അൾസർ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ച് എന്തെങ്കിലും ചികിത്സകൾ ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്.